ഞാൻ ബ്ലാസ്റ്റ് എന്ന സിനിമ കണ്ടിരിക്കുകയാണ്. ബ്ലാസ്റ്റ് എന്ന സിനിമ മെയ് 28 2026 തിയേറ്ററിൽ റിലീസായി 18 കോടി ബഡ്ജറ്റിൽ ഇറക്കി ഓൾമോസ്റ്റ് 70 കോടിയുടെ മേളിൽ റിട്ടേൺസ് കിട്ടിയ സിനിമയാണ്. അപ്പം ഞാൻ ഈ പടം കാണുന്നത് ഇത് നെറ്റ്ഫ്ലിക്സിൽ OTTയിൽ റിലീസ് ഈ ആഴ്ചയായിട്ടുണ്ട്. അപ്പം ഞാൻ OTTയിലാണ് ഈ പടം കണ്ടത്. എന്തുകൊണ്ട് ഞാൻ ഈ പടം തിയേറ്ററിൽ കണ്ടില്ല എന്നും ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസും ഞാൻ പറയാം. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഒരു സാധാരണ ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന്, അതായത് വീട്ടിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീക്കെൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബ്ലാസ്റ്റ് എന്ന ഈ തമിഴ് സിനിമ, ഇതിനകത്ത് അർജുൻ, അഭിരാമി ആൻഡ് പ്രീതി മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ആണ് അഭിനയിച്ചിരിക്കുന്നത്. അവർ മൂന്നുപേരും വളരെ നല്ല രീതിയിൽ അവർക്ക് കൊടുത്തേക്കുന്ന റോൾസ് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കമേഴ്ഷ്യൽ തമിഴ് സിനിമയിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കോമൺ നമ്മളൊരു മില്യൺ ടൈംസ് എങ്കിലും കണ്ടിട്ടുള്ള ഒരു കഥയായിരിക്കും. അതായത് ഒരു ദുഷ്ടനായിട്ടുള്ള, എല്ലാവരെയും ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വില്ലനും, പിന്നെ ഒരു നല്ല കുടുംബം, നല്ലൊരു അച്ഛനമ്മ മോള് അടങ്ങിയൊരു കുടുംബം. സാധാരണ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സിനിമകളിൽ യൂഷ്വലി ഈ വില്ലനെ നേരിടുന്നത് അച്ഛൻ മാത്രമായിരിക്കും. പക്ഷെ നമ്മുടെ ഈ നല്ല ഒരു കുടുംബത്തിൽ 3 പേരും, അച്ഛനും അമ്മയും മോളും 3 പേരും ഗുണ്ടകളെ നേരിടുന്നതെന്നാണ് ഇതിൻ്റെ ഒരു ചെറിയ ട്വിസ്റ്റ് എന്ന് പറയുന്ന സംഭവം. കാരണം എന്ന് പറഞ്ഞാൽ പഴയ വൈൻ എടുത്തിട്ട് പുതിയൊരു ബോട്ടിലിൽ ആണ് അവർ ഈ മൂവി അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ തിയേറ്ററിൽ ഓടിയ പടമാണ്. OTTയിലും എനിക്ക് വന്ന ഇന്ത്യ ടോപ്പ് 10 ഇപ്പോൾ ഈ ആഴ്ച റിലീസായതിനു ശേഷം ഈ പടം ഉണ്ട്. ഇതെനിക്ക് വന്ന കമേഴ്ഷ്യൽ ഓഡിയൻസിന് OTTയിൽ വന്നാൽ ഈ പടം നല്ല രീതിയിൽ വർക്കാവുന്നൊരു സിനിമയാണ്. ഇതിനകത്ത് എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒരുപാട് സീൻസ് ഉണ്ട്. നല്ല കോറിയോഗ്രാഫി ഉണ്ട്, നല്ല സ്റ്റൺ കോറിയോഗ്രാഫി ഉണ്ട്. പ്രീതി മുകുന്ദൻ ഐ തിങ്ക് ഇസ് ഡെഫിനറ്റ്ലി ദ ഹൈലൈറ്റ് ഓഫ് ദ മൂവി. ഷീ ഈസ് I think one of those very few actresses in Indian cinema who's actually performed stunts very convincingly. I think she's definitely trained in karate or some sort of martial arts. കാരണം അത് പുള്ളിക്കാരുടെ കിക്കിലും പഞ്ചിലൊക്കെ ആ ഒരു ഇമ്പാക്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അഭിരാമി I think has done her role pretty well. I think when Abhirami has studied I think some sort of karate. ഞാൻ ഏതൊരു പഴയൊരു മലയാള സിനിമയിൽ, ജയറാമിൻ്റെ ഉള്ള ഒരു സിനിമയിൽ പുള്ളിക്കാരി കറാട്ടെ കാണിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി കമേഴ്ഷ്യൽ ഓഡിയൻസിന് ഒരു നല്ല ഒരു മാസ് മസാല പടം കാണാനുള്ള ആണെങ്കിൽ ഈ പടം കാണാം. ഡെഫിനറ്റ്ലി കുട്ടികൾക്ക് ഞാൻ ഈ പടം റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഈ പടത്തിൽ കുറച്ച് ഹെഡ് ചോപ്പിംഗ് സീൻസും കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഒരു വയലൻസ് ഉണ്ട് ഈ പടത്തിന്. അത് ബ്ലഡ് സ്പ്ലാറ്റർ ഒക്കെ കുറച്ച് കൂടുതലുള്ള പടമാണ്. അതുകൊണ്ട് ഈ പടം കുട്ടികൾക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡൗട്ട്. ബട്ട് എനിബഡി ഓവർ I think 15-16 years of age can definitely watch it with their family. It's an entertaining movie. അതാണ് ജനറൽ പബ്ലിക്കിന് ഒരു കോമൺ മാൻ റിവ്യൂ എന്നുള്ള രീതിയിൽ എനിക്ക് ബ്ലാസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. Now coming to my personal opinion about this movie, as much as I understand it will work for majority of the Indian audience who are just looking to be entertained, ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഐ തിങ്ക് ഞാൻ സിനിമ കണ്ടു തുടങ്ങിയ കാലം ഒരു 30-35-40 വർഷങ്ങൾക്കൊക്കെ മുൻപ് തൊട്ടേ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു ത്രെഡാണ്. അതായത് എല്ലാവരും ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം തുനിഞ്ഞിറങ്ങുന്ന, കാശിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വില്ലൻ. അത് നമ്മുടെ പൊതുസമൂഹത്തിൽ വളരെ കോമൺ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ എന്നാലും ഈ വില്ലൻ അങ്ങനെ നല്ല കാര്യങ്ങൾ ഒരു നല്ല കാര്യം പോലും ഒരു സിനിമയുടെ മൊത്തം സ്ട്രെച്ചിൽ പുള്ളി ചെയ്യില്ല. പുള്ളി ഇങ്ങനെ ആൾക്കാരെ ഉപദ്രവിക്കുക, കാശുണ്ടാക്കുക, അങ്ങനത്തെ ഒരു വില്ലൻ. പിന്നെ ഇവരിലേക്ക് വരുമ്പോൾ, ഈ ഫാമിലിയിലേക്ക് വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 3 പേർക്കും ഇടിക്കാനുള്ള കഴിവുണ്ടെന്ന് ആദ്യമേ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ഈ വില്ലനെയും ഇവരെയും കൂട്ടിമുട്ടിക്കുക എന്നുള്ളത് മാത്രമാണ് സിനിമയുടെ ഒരു മിഷൻ എന്ന് പറയുന്നത്. പറഞ്ഞാൽ എവിടെയോ കിടക്കുന്ന ഒരു വില്ലനും ഒരുപാട് വൃത്തികേടുകളും ഒരുപാട് ആൾക്കാരെയും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു വില്ലനും, പിന്നെ എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്ത് സ്വന്തം കാര്യം നോക്കി സൊസൈറ്റിക്ക് ഒരു രീതിയിലുള്ള മോശം ചെയ്യാതെ ജീവിക്കുന്ന ഒരു പാവം ഇന്ത്യൻ കുടുംബം. ഇതാണല്ലോ നമ്മുടെ ഇന്ത്യൻ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത. ആരും ഉപദ്രവിക്കില്ല, ഇവര് നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. അവരുടെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്ന ഈ ഗുണ്ടയും, അതാണ് സിനിമയുടെ ക്രക്സ്. എന്നിട്ട് ഇവര് മീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ മൊത്തം ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇവര് തമ്മിൽ മുട്ടിക്കണം, എന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഷും ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിനകത്ത് കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ട്. ലൂപ്പ് ഹോൾസ് എന്ന് പറഞ്ഞാൽ കൺവീനിയന്റ്ലി ഈ പറഞ്ഞ ഈ 2 ഫാക്ടേഴ്സിനെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടർ പല കോയിൻസിഡൻസുകൾ ഇങ്ങനെ ഇടും. ഇത് തമിഴ് സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഒരിക്കലും സംഭവിക്കാൻ പോകാത്ത കുറെ കോയിൻസിഡൻസുകൾ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ വില്ലൻ ഒരാളെ വിടും, അയാളെ എങ്ങനെങ്കിലൊക്കെ അവിടെ ആ നാട്ടിൽ വേറെ ഏതൊക്കെ കടകളുണ്ടെങ്കിലും ഈ നായകന്റെ മോളും ഉള്ള കടയിൽ തന്നെ ചെന്ന് കയറും. അവര് പരമാവധി ഇയാളായിട്ട് കശപിശ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ഈ വില്ലന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അത് സംഭവിച്ചു പോവും. പിന്നെ നായകനെയും മോളെയും ഭാര്യനെയൊന്നും പിടിച്ചാൽ കിട്ടൂല. അവര് പിന്നെ ഇടിച്ച് തകർക്കുകയാണ്. അത് ഇതിനകത്ത് 10-12 പേരെയൊന്നും അല്ലാട്ടോ ഇടിച്ച് തകർക്കണം. ഇവര് 40-40-50 ആൾക്കാരൊക്കെയാണ് ഒരാളൊക്കെ ചേർന്ന് ഒറ്റയ്ക്ക് തീർക്കണേ. പറഞ്ഞ ഒരു റിയലിസം ഒന്നും ഇല്ലാത്ത സിനിമയാണ്. ഇതിനകത്ത് ലോജിക് ഒന്നും നോക്കരുത്. റിയലിസ്റ്റിക് ആയിട്ടാണ് കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്, പക്ഷെ ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടാണ് അതിന്റെ ഒരു ഫുൾ
സ്റ്റോറി എടുത്ത് നിങ്ങൾ അതിന് സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അൺറിയലിസ്റ്റിക് ആണ്. കാരണം ഇതിനകത്ത് ഒരു മനുഷ്യനുണ്ട്, പുള്ളി വില്ലന്റെ ഗ്യാങ്ങിലുള്ള ആളാണ്. പുള്ളിയെ പോലീസ് പിടിച്ചിട്ട് 10-18 പേര് ബന്ദോബസ്ത് പുറത്ത് നിർത്തിയേക്കാണ് പുള്ളി എങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടി. അങ്ങേര് എന്താ പറയുക, ബോധം വന്ന ഉടനെ 18 പോലീസുകാർ എടുത്തിട്ട് ചാമ്പി അവിടെ ഇവിടെ ഒക്കെ ഒട്ടിക്കും. ഒറ്റ ആളാണ്, പോലീസിന്റെ തോക്കൊക്കെ ഉണ്ട്, ഒരു കാര്യമില്ല. പോലീസ് ഇതിനൊക്കെ ഇടിച്ച് നിർവീര്യമാക്കി പുള്ളി ഇറങ്ങുക. പിന്നെ അതിന് മുൻപ് 16 മറ്റേ ഷാർപ്പ് ഷൂട്ടേഴ്സിനെ ഈ പുള്ളിയെ പിടിക്കാൻ വേണ്ടി അയച്ചിട്ടുണ്ട്, വില്ലന്റെ കൂടെയുള്ള മനുഷ്യനെ പിടിക്കാൻ വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെയും 16 ഷാർപ്പ് ഷൂട്ടേഴ്സിനെ പുള്ളി ഇടിച്ച് ഒരു സൈഡാക്കിയെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ ബോധർ ചെയ്യാതെ കമേഴ്ഷ്യലി നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് മാത്രം മതി. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ മുൻപ് പറഞ്ഞാൽ പ്രീതി മൂന്നൻ ചെയ്തേക്കുന്ന റോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വളരെ റെയർ ആയിട്ടാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ആക്ട്രസ് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് കാണിക്കുന്നു. ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ വളരെ കുറച്ച് ആക്ട്രസസ് ഉള്ളൂ ഇങ്ങനെ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് ഇത്രയും ആചാനുഭാക്കളായ ഗുണ്ടകളെ ഇടിച്ചിടുന്ന് കാണിക്കുമ്പോൾ കൺവിൻസിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് നടിമാരെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉള്ളൂ. ഇന്ത്യയിൽ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത്ര പേര് അവർ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ പടം ഭയങ്കര അൺബിലീവബിൾ ആയിട്ടാണ് തോന്നുന്നത് സത്യം പറഞ്ഞത്. എനിക്ക് ഇതിൽ കുറെ ലൂപ്പ് ഹോൾസ് ഉണ്ട് ഇതിനകത്ത്. സ്ക്രിപ്റ്റിൽ തന്നെ അവസാന സീനിലൊക്കെ കുറെ സ്പോയിലേഴ്സ് ഉണ്ട്, അതെനിക്ക് പറയണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ ഈ നായകനും നായകന്റെ മോളും അർജുന്റെ മോള് പ്രീതി മൂന്തനും വില്ലനെ ഇടിക്കുമ്പോൾ പറയുന്നുണ്ട് 1000 പേരെ നീ കൊല്ലാൻ ശ്രമിക്കുകയാണ്, 1000 പേരെ കൊല്ലാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ വില്ലന്റെ ആൾക്കാരെ കൊല്ലുന്നവര്. പക്ഷെ ഈ 1000 പേരെ വില്ലൻ കൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ എങ്ങനെ ഇവർക്ക് കിട്ടിയെന്നുള്ളത് ഒട്ടും ക്ലിയർ അല്ല. കാരണം ആ ഒരു ഇൻഫർമേഷൻ നായകയുടെ മോൾക്കും കിട്ടേണ്ട ഒരു ആവശ്യമില്ല സത്യം പറഞ്ഞു ഈ പടത്തിന്റെ സ്ക്രിപ്റ്റിനകത്ത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു പക്കാ കമേഴ്ഷ്യൽ പടം. അതിനകത്ത് ഈ വിമൻ എംപവർമെന്റും ഈ അടികൂടുന്ന ആക്ട്രസ് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫ്രഷ് ആയിട്ട് ഒന്നും തോന്നിയില്ല. ഭയങ്കര ഓവർ ആക്ടിങ്ങും ഭയങ്കര ഓവർ ദ ടോപ്പുമായിട്ടുള്ള ഒരു കഥയും ഒരിക്കലും ലോകത്തിൽ സംഭവിക്കാത്തൊരു കഥയെ എടുത്ത് അതിന് സിനിമയാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇത് കമേഴ്ഷ്യൽ ഓഡിയൻസിന് വർക്കാവും. കാരണം ഇതിനകത്ത് നല്ലവരായ ഒരു കുടുംബം, ചീത്തയായിട്ടുള്ള ഒരു ഗുണ്ടയും അവർ തമ്മിലുള്ള ഫൈറ്റും ഇതൊക്കെ മതി. നമ്മുടെ തിയേറ്ററിൽ പടം ഓടാൻ ഇതൊക്കെ മതി. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ഇതാണ്. അതുകൊണ്ട് എനിക്ക് വർക്കാവാത്ത നാട്ടുകാർക്ക് വർക്കായിട്ടുള്ള ഒരു പടമാണ് ബ്ലാസ്റ്റ്.